ചെറിയ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ റോൾ മോഡൽസ്. ഈ റോൾ മോഡൽസ് ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായിരിക്കും, അതുമല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പ്രായവും പക്വതയും ഒക്കെ ഉള്ളവർക്ക് പോലും ശരിയും തെറ്റുമെന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു കാലത്ത് കുട്ടികൾ നല്ല റോൾ മോഡലെ കണ്ടെത്തുക എന്ന് പറയുന്നത് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്തരത്തിൽ ജനിച്ചു വീണ നാൾ തൊട്ട് ലോകത്തിൻ്റെ സകല ക്രൂരതകളും അനുഭവിക്കേണ്ടി വന്ന, ശരിയും തെറ്റുമെന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ പോയ, ഒരു ലക്ഷ്യബോധവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന കാലത്ത് കണ്ടുമുട്ടിയൊരു വ്യക്തിയെ റോൾ മോഡലായും സുഹൃത്തായും തലവനായും കണ്ടതിൻ്റെ പേരിൽ തൻ്റെ ജീവിതത്തിൻ്റെ തലവര തന്നെ മാറിയ ഗട്സ് എന്ന യോദ്ധാവിൻ്റെ കഥയാണ് ബെർസെർക്ക്. 1997 പുറത്തിറങ്ങിയ 25 എപ്പിസോഡ് മാത്രമുള്ള ബെർസെർക്ക് എന്ന ആനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിലുള്ളത്. 1989 ആരംഭിച്ച് 40-ലധികം വോളിയൂംസ് ഉള്ള മാംഗ സീരീസിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് 97 ആദ്യമായി പുറത്തിറങ്ങിയ ബെർസെർക്ക് ആനിമി അഡാപ്റ്റേഷൻ. മാംഗ സീരീസ് മുഴുവൻ വായിച്ചു തീർക്കാനുള്ള ക്ഷമയും സമയവും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് 25 എപ്പിസോഡ് മാത്രമുള്ള ഈ ആനിമയെ കണ്ട് അതിന്റെ ആവേശം ഇറങ്ങുന്നതിന് മുമ്പ് ഈ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. സോ there's gonna be spoilers. ഒരു മിഡീവൽ ഡാർക്ക് ഫാന്റസി ആനിമെ, വളരെ ഇൻറ്റൻസ് ആയ ഒരു സ്റ്റോറി ലൈനും നമ്മളൊന്നും ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു പറ്റം ക്യാരക്ടേഴ്സും ഫിലോസഫിക്കൽ ഡെപ്തുമുള്ള ഒരു ക്ലാസിക്. അതാണ് 97 പുറത്തിറങ്ങിയ ബെർസെർക്ക്. മനുഷ്യന്റെ ലക്ഷ്യബോധത്തെക്കുറിച്ചും അധികാര വ്യാമോഹങ്ങളെക്കുറിച്ചും അത് നേടിയെടുക്കാൻ ആരെയും കൊന്നെടുക്കാൻ മടിയില്ലാത്ത അവൻ്റെ വ്രണം പിടിച്ച മനസാക്ഷിയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ഈ ആനിമയിൽ. 97 പുറത്തിറങ്ങിയ ബെർസെർക്ക് പ്രതീക്ഷയുടെ അമിതഭാരമൊന്നുമില്ലാതെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. 26 വർഷം മുൻപിറങ്ങിയ ഒരു ആനിമെ എന്നിലെ പ്രേക്ഷകനെ ഒരു പരിധിയിലധികം ഇംപ്രസ് ചെയ്യില്ല എന്നൊരു മുൻധാരണ എനിക്കുണ്ടായിരുന്നു. കണ്ടൻസിലും VFXിലും ഒക്കെ ഉണ്ടായ വലിയ വളർച്ചയിൽ ഇന്നത്തെ കാലത്തെ ആനിമേസ് വേറെ തന്നെ ഒരു ലീഗിലാണ്. അപ്പോൾ സ്വാഭാവികമായും കാലത്തിന് പിന്നിലേക്ക് സഞ്ചരിച്ച് 26 വർഷം പഴക്കമുള്ള ഒരു ആനിമെ കാണുമ്പോൾ ഐ ഷുഡന്റ് ബി ഇംപ്രസ്ഡ്. 1-2 മാസത്തിനുള്ളിൽ കണ്ടു തീർക്കാമെന്ന പ്ലാനിൽ കണ്ടു തുടങ്ങിയ ഈ ആനിമെ പക്ഷെ ഞാൻ കണ്ടു തീർത്തത് 2 ദിവസം കൊണ്ടാണ്. ജോലിയില്ലായിരുന്നെങ്കിൽ ഊണും മുറക്കവും ഒക്കെ ഉപേക്ഷിച്ച് അത് ഞാൻ ഒരു ദിവസമാക്കിയാണ്. So yes, I was so damn wrong about this anime. Berserk കാലത്തിനു മുൻപേ സഞ്ചരിച്ച ഒരു മാസ്റ്റർ പീസാണ്. 2024 ഈ ആനിമെ കണ്ട് ആത്മാർത്ഥമായി ഇത് പറയാൻ എനിക്ക് സാധിക്കുമെങ്കിൽ 90കളിൽ ഈ ആനിമെ കണ്ടവർക്ക് കിട്ടിയൊരു ഫീൽ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു BGM, അതിലും സിമ്പിളായിട്ടുള്ളൊരു ആനിമേഷൻ, കുറേ സ്റ്റിൽ ഷോട്ട്സ്. ഒരു ആനിമെ അല്ലെങ്കിൽ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ കോടികൾ മുടക്കേണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ആനിമെ, അതാണ് ബെർസെർക്ക്. സ്വന്തമായൊരു രാജ്യവും ആ രാജ്യം ഭരിക്കുന്ന രാജാവുമായി മാറണം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ പോരാടുന്ന ഗ്രിഫിത്ത് എന്ന ബാൻഡ് ഓഫ് ഹോക്സ് തലവൻ, അതേ ബാൻഡിലെ പോരാളിയും കീ മെമ്പറുമായിട്ടുള്ള കാസ്ക, പിന്നെ കഥാനായകനായ ഗട്സ്. ഇവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. കഥ തുടങ്ങി ഒരല്പം മുൻപോട്ട് പോകുമ്പോഴേക്കുമാണ് ഗ്രിഫിത്ത് എന്ന ക്യാരക്ടറിനെ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ക്യാരക്ടറിന് കിട്ടിയ ബിൽഡപ്പും കരീസ്മയൊക്കെ കണ്ടപ്പോൾ ഇനി ഇതാണോ റിയൽ പ്രൊട്ടോഗണിസ്റ്റ് എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അത്രയും ഗംഭീരമായിട്ടാണ് ആ ക്യാരക്ടറിനെ ഈ കഥയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സമയത്തിനും കാലത്തിനും മാത്രമേ ഒരു മനുഷ്യനെ അവൻ്റെയോ അവളുടെയോ പരിപൂർണതയിൽ തിരിച്ചറിയാൻ കഴിയൂ എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു ക്യാരക്ടറായിരുന്നു ഗ്രിഫിത്ത്. തനിക്കില്ലാതെ പോയ ലക്ഷ്യബോധവും നേതൃത്വ പാഠവങ്ങളുമുള്ള ഗ്രിഫിത്തിനെ ഒരു ഐഡലായും സുഹൃത്തായും കണ്ടു തുടങ്ങിയെടുത്താണ് ഗട്സ് എന്ന കഥാനായകൻ്റെ അധപതനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. തനിക്ക് വൈറ്റ് ഫാൽക്കൺ എന്ന് വിളിപ്പേരുള്ള ഗ്രിഫിത്തിനെയല്ല, മറിച്ച് ഗ്രിഫിത്തിന് തന്നെയാണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഥാനായകനായ ഗട്സിന് കുറേ കാലങ്ങൾ എടുക്കുന്നുണ്ട്. യൗവനത്തിലൂടെ കടന്നു പോകുന്നൊരു സാധാരണ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന മനപ്രയാസങ്ങളെ അതിഗംഭീരമായി അവതരിപ്പിക്കാൻ ഈ ആനിമയിൽ സാധിച്ചിട്ടുണ്ട്. ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ അവിടെ വിജയികളില്ലെന്നും അവിടെ യഥാർത്ഥത്തിൽ ഇരകൾ മാത്രമാണുള്ളതെന്നും 1-2 മനുഷ്യരുടെ സ്വാർത്ഥമായ സ്വപ്നങ്ങളുടെയും വാശിയുടെയും പേരിൽ മരിച്ചു വീഴുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും വിലയുണ്ടെന്നും ഈ ആനിമെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയും ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്ന ബെർസെർക്ക് എന്ന ഈ ആനിമെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൻ്റെ മാംഗ സീരീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ what do you think about this anime? Let me know in comments.